ധന്യ, ഈ പ്രാങ്ക് വീഡിയോകളോടുള്ള ധന്യയുടെ സമീപനം എന്താ? ചിലതൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമൊക്കെ ആയിരിക്കും. പക്ഷെ ചിലത് അതിരുന്ന് കടക്കുമ്പോൾ അത് നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടും ഭയങ്കര മോശമായിട്ടൊക്കെ ചില പ്രാങ്ക് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം തന്നെ ഭർത്താവിന് വേറെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭാര്യയും വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഈ കാണിക്കുന്ന ഒരുമാതിരി തെണ്ടിത്തരവും ചെറ്റത്തരവും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരാഴ്ചയായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ മാനസികാവസ്ഥ വെച്ച് കളിക്കുന്ന ഒരു വൃത്തികെട്ട രീതികളുണ്ട്. അതിനോടൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ചില പ്രാങ്ക് വീഡിയോകൾ കയ്യിൽ നിന്ന് പോകാറുണ്ട് പല ആളുകൾ, നല്ല തല്ലൊക്കെ കിട്ടാറുണ്ട്. അതെ, കിട്ടാറുണ്ട്. പക്ഷെ അതുപോലുള്ള ഒരു തല്ലുകൊള്ളിത്തരം കഴിഞ്ഞ ദിവസം ധന്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? RJ അഞ്ജലി അല്ലേ? തന്നെ ഞാൻ സത്യത്തെ അവളെ നേരിട്ട് കണ്ടവളെ കുണ്ടിക്ക് 4 കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് പ്രേംലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്. പ്രേംലാലേട്ടനാണോ വിജേഷാണോ ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞത്, നമ്മുടെ ബോബി ചെമ്മണ്ണൂർ കുന്തി ദേവി എന്നൊരു പദം ഉപയോഗിച്ചതിനാണ് അദ്ദേഹം 3 ദിവസമാണെന്ന് തോന്നുന്നത് ജയിലിനകത്ത് കിടന്നത്. അപ്പോൾ പുരുഷൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. പിന്നെ അത് ചർച്ച വരെയായി. ചാനൽ ചർച്ചകളിലൊക്കെ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറൊക്കെ ലൈവായിട്ട് കാണിച്ചുകൊണ്ട് നടന്നു. അദ്ദേഹം കുന്തി ദേവി എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അതിപ്പോ സ്ത്രീ പറഞ്ഞാലും പുരുഷൻ പറഞ്ഞാലും മോശം പറയുന്നത് മോശം തന്നെയാണ്. ഇവിടെ ഒരു സ്ത്രീയുടെ ജോലിയാണ് അപമാനിച്ചിരിക്കുന്നത്. അതെ, ആ സ്ത്രീ അത്രയും സംസാരിച്ചിട്ട് നിങ്ങൾ എവിടെയൊക്കെ മെഹന്തി ഇടും, ആ മെഹന്തി ഇടുന്ന സ്ഥലമൊക്കെ കുണ്ടി അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അവർക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ പിന്നെ ബുദ്ധിമുട്ട്? അവർക്കൊരു സ്ത്രീയെ വിളിച്ചിട്ട് അവരുടെ ജോലിയെ വളരെ മോശമായി പറയുന്നു. നിങ്ങൾ കുണ്ടിയിൽ മെഹന്തി ഇടുവോ എന്ന് ചോദിക്കുന്നു. ഞാനായിരുന്നെങ്കിൽ ചോദിച്ചാൽ നീഞ്ഞു കൊണ്ടോ അതിന്റെ കുണ്ടിയിൽ ആദ്യമായിട്ട് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കിയുള്ള ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചേനെ. ആദ്യം നിന്റെ കുണ്ടിയിലിടാം, എന്നിട്ട് അതിനെടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലിടാം, അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ കുണ്ടിയിലിട്ട് കൊടുക്കാം. സീരിയസ് ആയിട്ട് ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ പച്ചയ്ക്ക് ചോദിച്ചേരെ. കാരണം നമ്മളൊക്കെ വാർത്ത ചെയ്യുന്നു, നമ്മളെ കുറിച്ച് ഒരു വാക്ക് പോലും അറിയാത്തവന്മാർ ഇതിന്റെ താഴെ വന്നിരുന്ന് വെടി നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാൻ നിനക്ക് ആരും ഇല്ലേടി, നിനക്ക് പിന്നെ ഇവള് മഹാ മോശക്കാരിയാണ്, നമ്മളെ കുറിച്ച് നമ്മൾ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറെ എണ്ണം വന്നിരുന്ന് കാണിക്കുന്ന മാനസിക വൈകല്യാണ്. ചില ആളുകളുടെ ഫേക്ക് ഐഡിയിൽ നിന്ന് അവരുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ ഐഡിയിൽ നിന്ന് ഫേക്ക് സ്വഭാവം. ഞാൻ ഇവന്റെ അടുത്തൊക്കെ പണ്ട് ഇതിന് റിപ്ലൈ എടുക്കൂലായിരുന്നു. ഇപ്പം താഴെ ഞാൻ തിരിച്ചു ചോദിക്കും, വീട്ടിൽ ഇരിക്കുന്ന വെടികളോട് ചോദിച്ചിട്ടാണോ ചേട്ടാ ഈ വെടിക്കഥയും കൊണ്ട് വരുന്നതെന്ന് ഞാൻ ചോദിക്കും. കാരണം ഇവന്റെയൊക്കെ വീട്ടിൽ ഇരിക്കുന്നത് ആ ടൈപ്പ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇവനൊക്കെ നമ്മളെ ആ കണ്ണുകൊണ്ട് കാണുന്നത്. ഈ സ്ത്രീകൾ ഇത്തരം ഇപ്പോ നമ്മൾ പുരുഷന്മാരെ കുറിച്ച് പറയും, പുരുഷന്മാര് ഇത്ര മോശം. എനിക്ക് തോന്നുന്നു പുരുഷന്മാരൊക്കെ ഇപ്പൊ ഒതുങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ സ്ത്രീകളെ ഇവളെ പോലുള്ള കുറെ അങ്ങനെ തന്നെ പറയണം. ഇപ്പൊ മാന്യമായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. നളിനി ജമീലയൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും അവരെ ഇന്റർവ്യൂ എടുക്കുന്നത്, അവരെ എഴുതിയ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് ലൈംഗിക തൊഴിലാളിയാണ്. ആ മേഖലയ്ക്ക് ഒരു പുതിയ മാനം നൽകിയ സ്ത്രീയാണ് നളിനി ജമീല. ഇപ്പൊ മറ്റുള്ളവർ പറയും കൊടുപ്പുകാരി എന്ന്. ചില സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് കൊടുപ്പുകാരികൾ. അവളൊരു പീസാണ്, അവള് ചരക്കാണ്. ഇതൊക്കെ ഇപ്പൊ പുരുഷന്മാരിൽ നിന്ന് മാറി സ്ത്രീകൾ ഏറ്റെടുത്തു. ഇപ്പൊ അവള് വെറും കൊടുപ്പുകാരിയാണ്, അവള് പോണതേ അതിനാണ്. ഇങ്ങനെയൊക്കെ ഒരു വൃത്തികെട്ട വർത്താനം ഉണ്ടല്ലോ കുറെ സ്ത്രീകളെ കൊണ്ട് പറയുന്നതിനും അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടാനും ഒരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അല്ല, മടിയും മാത്രമല്ല, ഇന്നലെ അവരിന്ന് പറയുന്നത് ഞാൻ മീശ മാധവനിൽ അതൊരു രംഗം കണ്ടു, അതുകൊണ്ടാണ് മീശ മാധവനെ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു വ്യക്തിത്വമില്ലേ, നിങ്ങൾക്കൊരു മാന്യതയില്ലേ? നിങ്ങള് മീശമാധവൻ അഞ്ജലി മാത്രമാണോ കണ്ടേ? അല്ല, ഈ ലോകത്തോളം എല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് തോന്നിയില്ല. എന്നിട്ട് ഇവര് പിന്നെ ക്ഷമാപണവുമായിട്ട് ഒരു വീഡിയോ വന്നല്ലോ. ആ വീഡിയോയ്ക്ക് ശേഷം അതിൽ തന്നെയാണോ അതിന് ശേഷമാണോ ഇവർ പറയുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, 3ാമത്തെ വീടിന്റെ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്, ഫേസ്ബുക്കിലുള്ള ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ സഹായം ചെയ്തിട്ടും ഒരു കാര്യമല്ല. ഒരു സ്ത്രീയെ അവരെ വിളിച്ചിട്ട് അവരെന്നിട്ട് അവരുടെ മാന്യത കൊണ്ട് അവർ ആ കോൾ കട്ട് ചെയ്ത് പോവുകയാണ്. വീണ്ടും അവരെ വിളിക്കുകയാണ്. വീണ്ടും വിളിച്ചിട്ട് അവരോട് ഇത്തരത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിൽ അവരോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ പിന്നെ എന്താ ഇന്ന് പിന്നാമ്പുറം കാണിച്ചവര് നാളെ ഉമ്മറവും കാണിക്കാൻ മടിക്കില്ല എന്ന് പറയുന്നത് പോലെ ഇവരും വേണമെങ്കിൽ നാളെ അതും പച്ചയ്ക്ക് ചോദിക്കും. അവിടെയും മെഹന്തി ഇടുവോ എന്ന് ചോദിക്കും. അപ്പൊ ആ സ്ത്രീയുടെ തൊഴിലാണത്, അല്ലെ? ഞാൻ ആ സ്ത്രീയെ വളരെയധികം ബഹുമാനിക്കും. അപ്പൊ ആ സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കണം. കാരണം അവരെ ജോലി ചെയ്തിട്ട് അവർ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് നമുക്ക് അതിൽ നിന്ന് അവരെ തെറ്റു പറയാൻ കഴിയില്ല. ഇത്രയൊക്കെ കേട്ടിട്ട്
വിജയശേ ഞാനായിരുന്നു അവളെ വീട്ടിൽ ചെന്ന് അവളെ തന്നെ പിന്നെ അടിച്ചിട്ട് തിരിച്ചു വരുമായിരുന്നു. അതിൽ എന്ത് കേസ് വന്നാലും അത് അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അതിൽ പറഞ്ഞ ഇവളെ കൂടെ ഇരുന്ന ഒരു സ്ത്രീ, അവളെന്നൊക്കെ വിളിക്കുന്നതേ നമ്മൾ മാധ്യമ പ്രവർത്തകരല്ല, നമ്മളെല്ലാവരും ബഹുമാനിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ബഹുമാനം കൊടുക്കേണ്ടവർക്കേ കൊടുക്കാവൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വിളിക്കുന്നത്. കൂടെ ഇരിക്കുന്ന ഒരു നിരഞ്ജന സജിത്ത് പറയുന്നത് എന്റെ വരാൻ പോകുന്ന ഭർത്താവിന് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട്, സർപ്രൈസ് കൊടുക്കാൻ കുണ്ടിക്കല്ല ഇടേണ്ടത്, വേറെ പലയിടത്തും കൂടെ ഇട്ടിട്ടാണ് സർപ്രൈസ് കാണിക്കേണ്ടത്. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കുണ്ടിക്ക് മെഹന്തി ഇടുന്നത്. അപ്പൊ ഈ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇവന് കുണ്ടിയാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് അവന് സർപ്രൈസ് കൊടുക്കുന്നത് കുണ്ടിക്ക് മെഹന്തി ഇട്ടിട്ടാണ്. അപ്പൊ കുണ്ടിയാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ കുണ്ടി കണ്ടിട്ട്, ഇവളുടെ കുണ്ടി കണ്ടിട്ടാണ് അവൻ കല്യാണം കഴിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. സത്യസന്ധമായിട്ട് ഇവളുടെ കുണ്ടി കണ്ടിട്ടായിരിക്കും അവൻ കുണ്ടിക്ക് നമ്മൾ ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കും. എന്താണ് ഒരു ബർത്ത്ഡേ വരികയോ ഒരു ഇത് ഗിഫ്റ്റ് വരുമ്പോഴോ നമ്മളാരും കുണ്ടി കാണിച്ചിട്ടല്ല. ഞാൻ ഇന്ന് വരെ കുണ്ടി കാണിച്ച് സർപ്രൈസ് കൊടുക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. അത് മറ്റേ വിഷുക്കണി, അത് ഒരു ഹാസ്യ രൂപയാണ്. അവരാരെ അധിക്ഷേപിക്കാനല്ല പറയുന്നത്. അതിലാണ് പറയുന്നത് ഇന്ന് പിന്നാമ്പറം കാണിച്ചവര് നാളെ ഉമ്മാരം കാണിക്കാനും പഠിക്കില്ല. അപ്പൊ സർപ്രൈസ് കൊടുക്കാനാണെങ്കിൽ കുണ്ടിയാണോ സർപ്രൈസ് കൊടുക്കുന്നത്? ഇവളെ പോലുള്ളവർ കുണ്ടിയായിരിക്കും സർപ്രൈസ് കൊടുക്കുന്നത്. സത്യത്തിൽ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവർക്കൊക്കെ മാതൃകാപരമായ ശിക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇതൊരു പുരുഷനാണ് പറഞ്ഞതെങ്കിൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പറയുകയാണ് എന്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കണം, എന്റെ കുണ്ടിക്ക് നിങ്ങൾ മെഹന്തി ഇട്ട് തരണം. ഇന്ന് അയാൾ ജയിലിലാണ്. ഈ മാധ്യമങ്ങളൊക്കെ ആ മനുഷ്യരെ തന്നെ അല്ലെ 24 മണിക്കൂർ ചർച്ച, അയാളുടെ കുടുംബം, അവ ഇനി എവിടെയൊക്കെ പോയിട്ടുണ്ടോ, ജനിച്ചത് മുതൽ അവൻ പോയ വഴികൾ. അപ്പൊ എന്ത് ഈ ആർജ അഞ്ജലിയുടെ പുറകെ ഈ മാധ്യമങ്ങൾക്കാരൊക്കെ പോകണ്ടേ? ഈ ആർജ അഞ്ജലിയും ഈ ഇരുന്ന് കാണിച്ച ഈ തെണ്ടിത്തരത്തിന് 4 തരത്തിന്റെ പുറകെ ആർക്കും പോകണ്ടേ? നമ്മളൊക്കെ ഒരു വാക്ക് പറഞ്ഞ് അതിന്റെ താഴെ വന്ന് 100 കമന്റ് ഇട്ട് നമ്മൾ ആക്ഷേപിക്കണമെന്നാണ്. നമ്മളാർക്കും കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് ആരോടും ചോദിച്ചിട്ടില്ല. നമ്മള് പിണറായി വിജയനെ തെറി പറഞ്ഞാലും പിന്നെ വി ഡി സതീശനെ ചീത്ത പറഞ്ഞാലും ഒക്കെ സമൂഹത്തിന്റെ നന്മയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ജനവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ വിമർശിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത എടുക്കുന്നവരാണ് നമ്മള്. അല്ലാതെ നമ്മളിപ്പോ തിരിഞ്ഞിരുന്നിട്ട് എന്നാ ഇന്ന് പിണറായി വിജയൻ ഒരു സർപ്രൈസ് കൊടുക്കാം, എന്റെ കുണ്ടിയിൽ മെഹന്തി ഇട്ടിട്ട്. പിണറായി വിജയൻ ജനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് കുണ്ടിക്ക് മെഹന്തി ഇട്ട് ഒരു സർപ്രൈസ്. നാളെ ഞാൻ ജയിലിൽ കിടക്കും. പിന്നെ ഇവരുടെ FM-ലെ ജോലി കഴിഞ്ഞ മാർച്ചിൽ ഇവർ റിസൈൻ ചെയ്തു എന്ന് പറയുന്നത്. കാരണം പലരും ഇവരുടെ FM-ലെ ഇവർക്ക് ഒരിടവും ജോലി ചെയ്യാൻ ഇവർ യോഗ്യതരല്ല, ഒരിടത്തും ജോലി ചെയ്യാൻ ഇവർ യോഗ്യതരല്ല. ഏഷ്യാനെറ്റിൽ ഇവർ പങ്കെടുത്ത ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ആ ഷോയുടെ ഭാഗമായിട്ട് ഒരു സ്കിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഇവരെ വന്നിട്ട് എടി എന്ന് വിളിച്ചിരുന്നു. എടി എന്ന് വിളിച്ചപ്പോൾ ഇവരൊക്കെ അവിടെ കൊടുത്ത ഭയങ്കര ഷോ ആയിരുന്നു. എന്നെ എടി എന്ന് വിളിച്ചാൽ അത് പിൻവലിക്കണം, മാപ്പ് പറയണം, എന്നെ എടി എന്ന് വിളിക്കാൻ പറ്റില്ല, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇപ്പൊ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇപ്പൊ ഈ കുണ്ടിക്ക് മേക്കപ്പ് ഇട്ട് വരുമോ എന്നുള്ള ചോദ്യം ചോദിക്കും. ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഇപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർ ചോദിക്കും നിങ്ങൾ ഇതേ വാക്കല്ലേ ഉപയോഗിക്കുന്നത്, അപ്പൊ അവര് നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ഞങ്ങളും അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവർഗത്തോടൊപ്പം, എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഒന്നല്ല. അവരിപ്പോ അധ്വാനിക്കുന്ന ജനവർഗത്തോടൊപ്പം അല്ല, അവരിപ്പോ മുതലാളിമാർക്കൊപ്പമാണ്. ഞാൻ ചിന്തിക്കുന്നത് ആ സ്ത്രീ ഇല്ലേ, അവര് ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിലായിരിക്കും ഈ കോൾ എടുക്കുന്നത്. ഒരു ഫംഗ്ഷൻ ഒരു മെഹന്തി ഇടേണ്ടത് കിട്ടിയാൽ അവർക്ക് ചിലപ്പോൾ അവർ 100 കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. ആ പൈസ വാങ്ങി ഇന്നടത്ത് കൊടുക്കാം, ഇന്ന കാര്യങ്ങൾ നടത്താം, മക്കളെ ഫീസ്, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചായിരിക്കും ഒരു വർക്ക് അവർ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത്. ആ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഇവരെയും വരുമാന മാർഗമാണിത്. കാരണം ഇത് കാണിച്ചിട്ടാണ് ഇവരിത് പണം ഉണ്ടാക്കുന്നത്. 25-ാം തീയതിയൊക്കെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കൈക്ക് എത്രയാണ്? അപ്പോൾ ആ ലേഡി വളരെ മാന്യമായിട്ട് പറഞ്ഞ കൈയുടെ മുൻഭാഗവും പിൻഭാഗവും ചെയ്യുന്നതിന് 3000 രൂപ അങ്ങനെ എത്ര പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ കാലിന് എത്ര ചേച്ചി അടുത്തതാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ അവർ എന്ത് ചോദിക്കുക? ഒന്ന് ആലോചിച്ചു, ആ സ്ത്രീ എത്ര അപമാനിക്കുന്നത്, അവർ എത്ര അപമാനിതയായി കാണും. അത് ആ അപമാനം സത്യത്തിൽ അത് സഹിക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയൂ. ഈ ഇരുന്ന് ചിരിച്ചു തള്ളി പ്രാങ്ക് നടത്തിയിട്ട് പിന്നെ വന്ന് ക്ഷമാപണം നടത്തുന്ന ഈ അഞ്ജലി പോലുള്ളവർക്ക് മനസ്സിലാകില്ല. അത് അനുഭവിച്ചവർക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നത് അവരവർക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ഇവരുടെ ഈ കുണ്ടിക്ക് 4 എണ്ണം വാങ്ങിച്ചു കൊടുക്കണം. വനിതാ പോലീസുകാരുടെ ആ വടിയുണ്ടല്ലോ, അതുകൊണ്ട് ഇവളുമാരെ തിരിച്ചു നിർത്തിയിട്ട് കുണ്ടിക്ക് 4 എണ്ണം കൊടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊരു പച്ച മലയാളത്തിൽ പറയും, ഈ തെങ്ങിൽ കെട്ടിയിട്ടിട്ട് പച്ച കവളി മടല് വെട്ടി ഈ കുണ്ടിക്ക് നല്ല മറ്റേ കവളി മടല് നല്ല കാന്താരിമുളക് എരിവുള്ളത് തേച്ചിട്ട് നല്ല 4 എണ്ണം കൊടുത്തു കഴിയുമ്പോൾ അവളെ പ്രാങ്കും തീരും. ഇനി അവളോട്ട് ഇങ്ങനെ ആരെയും വിളിച്ചിട്ട് ഈ തോന്നിവാസത്തിന് നിക്കത്തുമില്ല.